പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അടച്ചാക്ഷേപിക്കാൻ വരട്ടെ. പോലീസ് പൊതുസമൂഹത്തിൽ ഒരു സ്ഥാപനത്തിനുള്ളിൽ അതിക്രമം നടക്കുമ്പോൾ അത് കയ്യിൽ കെട്ടി നോക്കി നിൽക്കുന്ന പോലീസിനെയാണോ കേരള സമൂഹത്തിന് ആവശ്യം? അങ്ങനെയാണോ കേരള പോലീസിൽ നിന്ന് ഇവിടെ വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്നത്? എന്ത് തെണ്ടിത്തരം സംഭവിച്ചാലും എന്തെല്ലാം നടന്നാലും ഞങ്ങൾ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്ന പോലീസ് ഓഫീസർമാരെയാണോ ഇവിടെ വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്നത്? സെബാസ്റ്റ്യൻ തളിയൻ എന്ന് പറയുന്ന വിമത വൈദികനടക്കം 6 വൈദികർക്ക് സസ്പെൻഷൻ. ബാക്കി 15 പേർക്ക് ഷോക്കോസ് നോട്ടീസ്. ഏവർക്കും നമസ്കാരം. ഞാൻ ജോമോൻ അരക്കുട. 3 ദിവസങ്ങൾക്ക് മുമ്പ് അരമന കയ്യേറിയ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം കയ്യേറിയ 21 വൈദികരെ ഇന്ന് വെളുപ്പിന് സഭാ നേതൃത്വം ഇടപെട്ട് പോലീസ് അവരെ നീക്കം ചെയ്തു. സെബാസ്റ്റ്യൻ തളിയൻ എന്ന് പറയുന്ന വിമത വൈദികനടക്കം 6 വൈദികർക്ക് സസ്പെൻഷൻ. ബാക്കി 15 പേർക്ക് ഷോക്കോസ് നോട്ടീസ് സഭാ നേതൃത്വം നൽകി. ബസിലിക്ക ദേവാലയത്തിന്റെ കോമ്പൗണ്ടിൽ വൈദികർ അഭിനയിക്കുന്നതും കള്ളക്കരച്ചിലും നുണകൾ വിളമ്പുന്നതുമായ നിരവധി വീഡിയോ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. MTNS മീഡിയ ഇന്ന് പരിശോധിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം. ആദ്യം സെബാസ്റ്റ്യൻ തളിയന്റെ ഒരു കള്ളക്കരച്ചിലിന്റെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. എന്നെ അവര് മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 78 വയസ്സായി, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് വലിച്ച് ഇഴച്ചാണ് കൊണ്ടുവന്നത് ഇവിടെ വരേക്കും. പോലീസുകാർ പിടിച്ച് വലിച്ച് ഇവിടെ വരെ എത്തിച്ചു. അതിക്രമം എന്നെ ശാരീരികമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്നെ പിടിച്ച് വലിച്ചാണ് കൊണ്ടുവന്നത്. 2 കൈകളും 2 കാലുകളും പിടിച്ച് 2 കൈമേം കാലുമേം പിടിച്ച് വലിച്ചഴിച്ച് അവരോട് അവരെ കൊണ്ടുവന്നു. സെബാസ്റ്റ്യൻ തളിയൻ എന്ന് പറയുന്ന വിമത വൈദികന്റെ കള്ളക്കരച്ചിൽ കേട്ടാൽ അറിയാം ഇദ്ദേഹം അഭിനയിക്കാൻ ബഹുമിടുക്കനാണ്. എന്താണ് യാഥാർത്ഥ്യങ്ങൾ? 2-3 ദിവസങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് ഇവർ കയ്യേറി അവിടെ ഉണ്ടായിരുന്ന സകല കാര്യങ്ങളും ഇവർ പ്രദർശിപ്പിച്ചു. രാജൻ പുന്നയ്ക്കൻ വീഡിയോ എടുത്ത് എല്ലാവരെയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ. എന്തുകൊണ്ട് ഇന്നലെ രാത്രിയിൽ അവിടെ നടന്ന സംഭവങ്ങൾ രാജൻ പുന്നയ്ക്കൽ വീഡിയോ എടുത്ത് പുറത്തുവിട്ടിട്ടില്ല? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മൊബൈലോ അദ്ദേഹത്തിന്റെ ക്യാമറയോ പരിശോധിച്ചാൽ ഇന്നലെ വൈകിട്ട് 21 വൈദികരും അതിരൂപതയുടെ ആസ്ഥാനത്ത് അഴിച്ചുവിട്ട അക്രമങ്ങളും പീഡനങ്ങളും അദ്ദേഹത്തിന്റെ ക്യാമറ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് തെളിവായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്താ? നിയമപാലകർ കൈവച്ചു, അവരെ പീഡിപ്പിച്ചു, അവരെ വലിച്ചെടുച്ചു, നീക്കി. ഇവിടെ എന്നെ കേൾക്കുന്ന പൊതുവിശ്വാസി സമൂഹം, ഒരുപക്ഷെ കേരള സമൂഹം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഇതായിരിക്കാം, അല്ലെങ്കിൽ നാളുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കാര്യം ഇതായിരിക്കാം. പക്ഷേ വസ്തുതകൾ എന്താണ്? എന്തുകൊണ്ട് പോലീസ് അവരെ പുറത്താക്കി? എന്തുകൊണ്ട് സഭാ നേതൃത്വം നടപടിയെടുത്തു? അതാണ് ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അവർ പുറത്താക്കപ്പെട്ടു? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ കയ്യിലെ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ 10-20 പേര് ഒരു അരമന അതിക്രമിച്ച് കയറിയിട്ട് പുറമെ നിന്ന് അകത്തിരിക്കുന്ന അച്ഛന്മാർ വിശ്വാസികളെ വലിച്ചു കൂട്ടുന്നു, അൽമായ മുന്നേറ്റക്കാരെ കൊണ്ടുവരുന്നു, ഗുണ്ടകളെ ഇറക്കുന്നു, പുറത്തുനിന്ന് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, സ്ത്രീകളെ വലിച്ചടയ്ക്കുന്നു. ഇതൊക്കെയാണോ കത്തനാരിമാരുടെ പണി? ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെയാണോ വൈദികരുടെ പണി? ഇതൊക്കെയാണോ? ഇവരെന്തിനാണ് വ്രതമെടുത്തത്? ഇവരെന്തിനാണ് സഭയിൽ ചേർന്നത്? തെറി വിളിക്കാനും പീഡിപ്പിക്കാനും തെരുവിലിറക്കാനും വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ലോഹ ഇട്ട് സഭയിൽ ചേരരുതായിരുന്നു. ലോഹ ഇട്ടാൽ സഭയിൽ നിങ്ങൾ കമ്മിറ്റ്മെന്റ് എടുത്താൽ നിങ്ങൾ ചെയ്യേണ്ടത് ആത്മീയ പ്രവർത്തികൾ മാത്രമാണ്, ആത്മീയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് ഭൗതിക കാര്യങ്ങളിലും സുഖലോലുപതയിലും നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അൽമായരെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവന്ന് അൽമായരെ നേർച്ചപ്പണം കൈയിട്ട് വാരി അളവില്ലാതെ കൊടുത്ത് ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന, ഗുണ്ടകളെ വളർത്തുന്ന പരിപാടിയല്ലേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് കണ്ണടച്ച് സഭാ നേതൃത്വത്തിന് നോക്കി നിൽക്കാൻ സാധിക്കുമോ? നിയമപാലകർക്ക് നോക്കി നിൽക്കാൻ സാധിക്കുമോ? ഇന്ന് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് നിയമപാലകർ, പോലീസ് എന്തുകൊണ്ട് ഇതിനകത്ത് ഇടപെട്ടു? കഴിഞ്ഞ 3 ദിവസങ്ങൾ പോലീസ് എത്ര മര്യാദയോടെ
എത്ര കൃത്യമായിട്ടാണ് അച്ഛന്മാരുമായിട്ട് സംവദിച്ചത്, സംസാരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ട്. നമ്മുടെ മുമ്പിൽ അതിന് തെളിവുകളുണ്ട്. പോലീസ് ഒരാളുടെ ദേഹത്തും കൈകൾ വെക്കാനോ ഒരു അച്ഛന്മാരെ ഉപദ്രവിക്കാനോ ഈ സമയം വരെ പോയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി എന്താണ് അരമനയിൽ സംഭവിച്ചത് കേട്ടുകൊള്ളുക. അരമനയിലെ റിസപ്ഷനിസ്റ്റിനെ ഇന്നലെ അവർ മർദ്ദിച്ചു, ഗുരുതരമായി പരിക്കേറ്റു. അവിടെ ഉണ്ടായിരുന്ന 3 വൈദികരെ, ജോഷി പുതുവ അച്ഛനെയും സൈമൺ പള്ളിപ്പേട്ട അച്ഛനെയും പാലക്കാപ്പള്ളി അച്ഛന്റെയും മുറികൾ അവർ പൂട്ടി. പുറത്തുനിന്ന് തെറിവിളികളായിരുന്നു. അവർക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അടുക്കള പൂട്ടി. രാത്രി മുഴുവൻ വൈദിക ലഹള. ഒരിക്കൽ ആന്റണി പൂതവേലി അച്ഛൻ പറഞ്ഞതുപോലെ വൈദിക ലഹള അരമനയ്ക്കുള്ളിൽ അരങ്ങേറുകയായിരുന്നു. ഇത് കണ്ടുമടുത്ത പോലീസ്, അച്ഛന്മാർ സഭാ നേതൃത്വവുമായി ഇടപെട്ടു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി സഭാ നേതൃത്വത്തെ അറിയിച്ചു. സഭാ നേതൃത്വം പറഞ്ഞതിന് പ്രകാരം പോലീസ് അവരെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തുകൊണ്ട് നിയമപാലകർ ഇടപെട്ട് പോലീസ് അവരെ പുറത്താക്കി? പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അടച്ചാക്ഷേപിക്കാൻ വരട്ടെ. പോലീസ് പൊതുസമൂഹത്തിൽ ഒരു സ്ഥാപനത്തിനുള്ളിൽ അതിക്രമം നടക്കുമ്പോൾ അത് കയ്യുകെട്ടി നോക്കി നിൽക്കുന്ന പോലീസിനെയാണോ കേരള സമൂഹത്തിന് ആവശ്യം? അങ്ങനെയാണോ കേരള പോലീസിൽ നിന്ന് ഇവിടെ വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്നത്? എന്ത് തെണ്ടിത്തരം സംഭവിച്ചാലും എന്തെല്ലാം നടന്നാലും ഞങ്ങൾ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്ന പോലീസ് ഓഫീസർമാരെയാണോ ഇവിടെ വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്നത്? ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് ഒരു പശ്ചാത്തലമുണ്ട്. 3 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്ഥാപനത്തിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അരമനയിലേക്ക് അതിക്രമിച്ച് കയറിയ വൈദികർ അരമന കൈയടക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇവരാരും നേരെ കയറി വന്നവരല്ല, അപ്പോയിന്റ്മെന്റ് എടുത്ത് കയറി വന്നവരല്ല. അച്ഛന്മാർക്ക് അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. പക്ഷേ ഇവർ വന്നതിന് ശേഷം പറഞ്ഞത് എന്താ? ഇവർ ഞങ്ങളുടെ ആധാർ കാർഡ് വരെയാണ്. ഒരു കാര്യം അച്ഛന്മാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിന്റെ അവകാശം സ്ഥാപിക്കാൻ ഒരിക്കലും ആധാർ കാർഡ് വെച്ച് ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. ആധാർ കാർഡ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പൗരന്മാരെല്ലാവരും ആധാർ കാർഡ് ഉപയോഗിക്കുന്നത് തിരിച്ചറിയലിന് വേണ്ടി മാത്രമാണ്. എത്രയോ ആളുകൾ ഏതെല്ലാം സ്ഥാപനങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ വെച്ച് ആധാർ കാർഡ് എടുക്കുന്നു. വാടകയ്ക്ക് കൊടുത്ത ഉടമസ്ഥന്റെ അടുത്ത് പോയിട്ട് ആധാർ കാർഡ് കാണിച്ചിട്ട് ഇത് എന്റെ വീടാണ്, നിങ്ങളോട് ഇറങ്ങണം, ഞാനിവിടെ താമസിക്കുമെന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കണോ? അപ്പോ ഇതൊക്കെ 2-3 ദിവസം നോക്കി നിന്ന പോലീസ് ഒരു സ്ഥലത്ത് ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ അവർ പോലീസ് കാണിക്കാവുന്നതിന്റെ പരമാവധി മാന്യതയും ക്ഷമയുടെ നെല്ലിപ്പലക വരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെയും ആ പരിസരത്തുള്ള പോലീസ് ഓഫീസർമാരും അവർ അങ്ങേയറ്റം ശ്രമിച്ചു. അവർ സ്വമേധയാ ഇറങ്ങിപ്പോകുമെന്ന് പോലീസ് ഓഫീസർമാർ വിചാരിച്ചിട്ടും അച്ഛന്മാർ ഇറങ്ങിപ്പോയില്ല. ഇന്നലെ അവർ അക്രമകാരികളായപ്പോൾ പോലീസിന് ബലം പിടിച്ച് നിൽക്കേണ്ടി വന്നു. എന്തുകൊണ്ട് ബലം പിടിച്ചു? അച്ഛന്മാരാണ് തെണ്ടിത്തരം കാണിച്ചു എന്ന് വിചാരിച്ച്, അതിക്രമം കാണിച്ചു എന്ന് വിചാരിച്ച് പട്ടുമെത്ത കൊണ്ടുവന്ന പട്ടുമെത്തയിൽ കടത്തി അച്ഛന്മാരെ കൊണ്ടാകാവുന്ന നിയമമൊന്നും ഇന്ത്യ മഹാരാജ്യത്തില്ല. അത് മനസ്സിലാക്കണം. അച്ഛന്മാർക്ക് ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടോ? അച്ഛന്മാർ എന്ത് തെറ്റ് ചെയ്താൽ കണ്ണടയ്ക്കാൻ നിയമമുണ്ടോ? ലോഹയിട്ടിട്ട് തെറ്റ് ചെയ്താൽ, ലോഹയിട്ട് പാപം ചെയ്താൽ അത് പുണ്യപ്രവൃത്തിയാകോ? അവരെ പട്ടുമെത്തയിൽ കടത്തി താലോലിക്കണോ? അവരെ പരിപാലിക്കണോ? എറണാകുളത്ത് 29 അച്ഛന്മാരും എറണാകുളത്ത് 350 അച്ഛന്മാരും എന്താ വിചാരിച്ചത്? ഇവരെ പട്ടുമെത്തയിൽ കടത്തി പോലീസ് ഓഫീസർമാര് ഇവരുടെ സങ്കേതങ്ങളിലേക്ക് മാറ്റണമായിരുന്നോ? ഒരു അതിക്രമം നടക്കുമ്പോൾ നിയമപാലകരും പോലീസ് ഓഫീസർമാരും അത് ആരാണെങ്കിലും മനുഷ്യരായാലും ഒരാൾ പോലും നോക്കി നിൽക്കില്ല, അവരെ മാറ്റും. അത് മാത്രമാണ് പോലീസ് ചെയ്തത്. അല്ലാതെ പോലീസ് അച്ഛന്മാരെ തൊട്ടു, പോലീസ് അച്ഛന്മാരെ നീക്കി എന്ന് വിചാരിച്ച് ഇവിടുത്തെ ഓരോ സംവിധാനങ്ങളും പോലീസുകാരെ കുറ്റം പറയാൻ വരേണ്ടതില്ല. അതിന് മാത്രം അപരാധം തെറ്റൊന്നും അവർ ചെയ്തിട്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. അച്ഛന്മാരാണെന്ന് വിചാരിച്ച് അവരെ കൈവയ്ക്കാൻ പാടില്ല, അവരുടെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. അവരെ പിടിച്ചു മാറ്റുമ്പോൾ കയ്യെ പിടിക്കും, ബലം പിടിക്കും, മാറാൻ പറയും. ഇതൊക്കെ സ്വാഭാവികം. ഞങ്ങൾ അച്ഛന്മാരാ, ഞങ്ങളെ തൊടാൻ പാടില്ല. ഒരിക്കൽ കുര്യാക്കോസ് മുണ്ടാളം പറഞ്ഞു, 6 ലക്ഷം വിശ്വാസികളുടെ പ്രതിനിധികളാണ് ഞങ്ങളെ തൊടാൻ പാടില്ല. 6 ലക്ഷം വിശ്വാസികൾ? 1000 പേരുണ്ടോ? നിങ്ങൾ കള്ളും കഞ്ചാവും മദ്യവും മയക്കുമരുന്നും പെണ്ണുങ്ങളെ കൊടുത്ത് കൊണ്ടുവരുന്ന അൽമായരല്ലാതെ നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? 6 ലക്ഷം പേരുടെ അട്ടിപ്പരാവകാശമൊന്നും ഒരു കത്തനാരുമാരും ഒരു അൽമായ മുന്നേറ്റക്കാരും ഏറ്റെടുക്കാൻ വേണ്ട. 6 ലക്ഷം വിശ്വാസികൾ നിങ്ങളുടെ കൂടെ ആരുമില്ല. കൂടിപ്പോയ 1000. ബാക്കി നിങ്ങൾ വിടുന്നതൊക്കെ വിളിക്കുന്നതൊക്കെ ഇവിടുത്തെ ജോലിക്കാരെ അച്ഛന്മാരുടെ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. നിയമപാലകർ ഞങ്ങളെ ബലം പിടിച്ചു, ഞങ്ങളെ വലിച്ചെടുച്ചു. അത് സംഭവിക്കും. അക്രമികളെ തുരത്തി ഓടിക്കുമ്പോൾ, അവരെ പുറത്താക്കുമ്പോൾ അച്ഛന്മാർ ബലം പിടിച്ച് പുറത്താക്കേണ്ടി വരും. നിങ്ങൾ അതിന്റെ ബലം പിടിക്കാൻ പോയത്? നിങ്ങളോട് പറഞ്ഞാൽ കേൾക്കുമ്പോൾ എത്ര നാളായി പോലീസ് പറയുന്നു ഇറങ്ങ്,
നിങ്ങൾ അതിക്രമിച്ച് കയറിയവരാണ് ഇറങ്ങുക. നിങ്ങൾ കേട്ടോ, നിങ്ങൾ ബലം പിടിച്ചതുകൊണ്ടല്ലേ പോലീസിന് ബലം പിടിക്കേണ്ടി വന്നത്? കുറ്റവാളികൾ ബലം പിടിച്ചാൽ, കുറ്റവാളികൾ പ്രതികരിച്ചാൽ പോലീസിന് പ്രതികരിച്ച് മാറ്റേണ്ടി വരും, ബലം പിടിച്ച് മാറ്റേണ്ടി വരും. ഇത് വിശ്വാസികൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത്. എറണാകുളത്തെ ഒരു കത്തനാരുമാരും കച്ച കെട്ടിയിട്ട് കാര്യമില്ല, സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല, നടക്കാൻ പോകുന്നില്ല. ഒരു ഭരണ സംവിധാനത്തിൽ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് മാത്രമേ ആ സംവിധാനത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ. അതനുസരിക്കാൻ സാധിക്കാത്തവരെ ഒന്നുകിൽ നിങ്ങൾ സ്വയം പുറത്തു പോകണം. അതിന് ഉള്ളിക്കിടന്ന് കലഹമുണ്ടാക്കാൻ ശ്രമിച്ചാൽ, അതിക്രമം അഴിച്ചുവിട്ടാൽ അത് അംഗീകരിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരേ